നമ്മുടെ തൃശ്ശൂർ എം പി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പേ വാർത്തകൾ വരികയാണ്. ഇത് സംബന്ധിച്ച് KSUവിൻ്റെ ഒരു നേതാവ് ഗോകുൽ, തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റാണ്, പരാതിയും കൊടുത്തു. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം, നമ്മുടെ തൊട്ടപ്പുറത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് വടക്കോട്ട് പോയാൽ വയനാട് എന്നൊരു മണ്ഡലമുണ്ട്. ഈ വയനാട് മണ്ഡലത്തിൽ വലിയ ദുരന്തമൊക്കെ ഉണ്ടായി. ചൂരൽമല ഉരുൾപൊട്ടി 500 പേരിലധികം മരിച്ചു. ഒരുപാട് പേർക്ക്, അതിലേറെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. വലിയ നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത്. പക്ഷെ അവിടുത്തെ MPയെയും കാണുവാനില്ല. അതെന്താ ഈ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും അക്കാര്യം ശ്രദ്ധിക്കാത്തത്? ഈ വയനാട് MPയെ അവിടേക്ക് കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ലേ? അത് ഈ സുരേഷ് ഗോപിയോടാണ് മുഴുവൻ ഈ അരിശു. മറ്റൊന്നുമല്ല, സുരേഷ് ഗോപി അവിടെ വിജയിച്ചു തന്നെ ഒരു പ്രത്യേക പ്രവർത്തന രീതിയായിരുന്നു. ഇത് തന്നെ മറ്റു പലരും മാതൃകയാക്കണമെന്നാണ് BJPയിൽ തന്നെ ഉണ്ടായ ഒരു സ്വരമെന്ന് പറയുന്നത്. അപ്പം അവിടെ ക്രൈസ്തവ സഭകളും ഒക്കെയായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചു. ക്രൈസ്തവ സഭ മാത്രമല്ല, മറ്റ് ഇതര മതസ്ഥരുമായിട്ടും വലിയ ബന്ധം സ്ഥാപിച്ചു. മണ്ഡലം മുഴുവൻ ഇറങ്ങി പ്രവർത്തിച്ചു, അല്ലേ? ഒരു തവണ തോറ്റുവെങ്കിലും ആ പിന്നീടുള്ള 5 വർഷക്കാലം അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ്. ഈ ചില്ലറ വോട്ടുകൾക്കൊന്നും അല്ലല്ലോ വിജയിച്ചത്. 75,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 76,000 വോട്ട് വിജയിച്ചത്. എന്നിട്ടെന്താണ് ഇപ്പോൾ അതിനിടയ്ക്ക് സുരേഷ് ഗോപി അവിടെ ഇത്തരത്തിലെ കള്ള വോട്ടിലൂടെയാണ് വിജയിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP നോട്ടമിട്ടത് തൃശ്ശൂർ മാത്രമല്ലല്ലോ. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ച് തിരുവനന്തപുരത്തും കള്ള വോട്ടിലൂടെ വേണമെങ്കിൽ അവർക്ക് വിജയിക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ മുരളീധരൻ നിന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലും കള്ള വോട്ടിലൂടെ വിജയിപ്പിക്കാമായിരുന്നല്ലോ. അപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചത്, അപ്പോൾ BJP വിജയിച്ചത് എല്ലാം തന്നെ കള്ള വോട്ടിലൂടെയാണ് എന്നുള്ള. അപ്പം ഇത് ഈ കേരളത്തിലെ മുന്നണികളിലൊക്കെ ഒരു വല്ലാത്ത അങ്കലാപ്പാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തന രീതിയിലൂടെ BJP ഉണ്ടാക്കിയ വിജയം. ആ വിജയം കേരളത്തിൽ ഇനി അങ്ങോട്ട് തുടരും എന്നിവർ മനസ്സിലാക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ എല്ലാവരും കൂടി അങ്ങ് എണീറ്റു. അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡിൽ നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയെയും അങ്ങോട്ടേക്ക് വിട്ടു. കേന്ദ്രം വ്യക്തമായ നിലപാടെടുത്തു. BJP ആ കാര്യങ്ങൾ നോക്കുന്നു. സുരേഷ് ഗോപി ഒരു കാര്യം മനസ്സിലാക്കണം. സുരേഷ് ഗോപി തൃശ്ശൂർ MPയും ഒപ്പം കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് വേറെ നിരവധി ജോലികളുണ്ട്. ഇടയ്ക്ക് മണിപ്പൂരിലെ പ്രശ്നം ഒന്നുകൂടെ വഷളായപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയൊക്കെ ചെയ്തു. ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം, ഇതിനിടയ്ക്കാണ് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു ഗോകുൽ ഗുരുവായ ഒരു പോലീസിൽ പരാതിപ്പെടുന്നു. നമുക്കറിയാം, പിന്നെ ഒരു സമയത്ത് നിലമ്പൂരിലെ MLA ആയിരുന്ന PV അൻവറെ കാണാനില്ല എന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാരെല്ലാവരും പരാതി കൊടുത്തു. പിന്നെ അദ്ദേഹം നിയമസഭയിൽ വരുന്നില്ല, ഇവിടെ കാണുന്നില്ല. ഉടനെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഒരു കോമാളി രൂപത്തിലൊരു ചിത്രമൊക്കെ ഇട്ടു, അല്ലേ? ഇവിടെ ആഫ്രിക്കയിൽ ഖനനം നടത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത് കേരളത്തിലൊരു പുതുമയുള്ള കാര്യമല്ല. ഇതിനിടയ്ക്കാണ് ഈ തൃശ്ശൂരിലെ ഓർത്തഡോക്സ് ബിഷപ്പ് ആരാണ്, നമ്മുടെ ഒരു യൂനസ് മിലിത്തിയോസ്, അദ്ദേഹം സഖാവാണ്, സഖാവ് തിരുമേനി അപ്പോഴത്തേനങ്ങ് ഇളകിയിരിക്കുകയാണ്. സുരേഷ് ഗോപി എവിടുത്തെ MP എവിടെ? തൃശ്ശൂരിലെ നടനെ കാണാനില്ല എന്നൊക്കെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച നടനെ കാണാൻ ഇദ്ദേഹം എന്ത് സഹായം ചെയ്തു? ജയിപ്പിക്കുന്നതിൽ എന്തെങ്കിലും സഹായം ചെയ്തു? അദ്ദേഹം അന്നും സഖാവ് തന്നെ, ഇപ്പോഴും സഖാവായിട്ട് തന്നെ ഈ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ആളാണ്. ഒരു തരത്തിലുള്ള സഹായം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ MP എന്നുള്ള രീതിയിൽ വരുമ്പോൾ എല്ലാവരുടെയും MP ആണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സഖാവ് തിരുമേനിയുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയോടും കൂടിയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നുള്ളത് തോന്നും. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ കാണുവാനില്ല എന്ന് പറയുന്നവരെ നേരെ
തിരിച്ച് നമ്മൾ വയനാട്ടിലേക്ക് വന്നേ. വയനാട്ടിൽ നമുക്കറിയാം പിന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇടം കിട്ടാതെ വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എങ്ങോട്ടേക്ക് വന്നത്? കേരളത്തിൽ വയനാട്ടിൽ വന്നത്. കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. നമുക്കറിയാം വയനാട്ടിൽ എപ്പോഴും കോൺഗ്രസ്സുകാരുടെ ഇടയിൽ സീറ്റിന് വേണ്ടി വലിയ തർക്കമാണ്, ഓരോരുത്തർക്കും കിട്ടാൻ വേണ്ടി. കാരണം നോമിനേഷൻ കൊടുത്തിട്ട് അങ്ങ് വീട്ടിൽ പോയിരുന്നാൽ മതി, വിജയിക്ക് ഉറപ്പായിട്ടും. അപ്പൊ അത്തരത്തിലുള്ള ഇടത്തിലേക്ക് ഈ രാഹുൽ ഗാന്ധി ആദ്യം കൊണ്ടുവന്നിറങ്ങി. രാഹുൽ ഗാന്ധി എത്ര തവണ അവിടെ വന്നിട്ടുണ്ട്? ഒരിക്കലല്ലേ ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടായി കാണാതിരുന്നപ്പോഴല്ലേ SFIക്കാർ അവിടെ കസേരയിൽ കയറി വാഴ വെച്ചതൊക്കെ, അല്ലേ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ? അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് പിന്നീട് നോർത്ത് ഇന്ത്യയിൽ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടം വിജയിച്ചു, ഇവിടവും വിജയിച്ചു, ഇവിടം വിട്ടെറിഞ്ഞിട്ട് അങ്ങ് പോയി. പെങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് പോയി. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? എത്ര തവണ വന്നിട്ടുണ്ട്? ഈ പിന്നെ വയനാട്ടിലെ പിന്നെ ചൂരൽമലയിലും ഒക്കെ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്ന് വന്നു, ഒരു ബഹളമുണ്ടാക്കി, കൈവീശി സ്ഥലം വിട്ടു. യഥാർത്ഥത്തിൽ ഒരു MP ചെയ്യേണ്ടത് എന്താണ്? ആ മണ്ഡലത്തിൽ ഒരു വീടെടുത്ത് അവിടെ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അത് സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിന് പരിഹാരം കണ്ടെത്തി അവർക്ക് പുനരധിവാസം ഉറപ്പാക്കുകയാണ് ഒരു MP ചെയ്യേണ്ടത്. അതിനു വേണ്ടി അവരവിടെ അഹോരാത്രം പണി ചെയ്യണം. അപ്പോഴായിരിക്കും അവർ യഥാർത്ഥ കോൺഗ്രസ്സുകാരിയായി മാറുന്നത്. ഇത് ഇവർക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ട് മാത്രമേ. എങ്ങും നിൽക്കക്കള്ളി ഇല്ലാതായപ്പോഴാണല്ലോ ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പോയത്. അപ്പൊ കേരളത്തിലെ വോട്ടർമാർ മുഴുവൻ വിചാരിച്ചെന്താ, ഇപ്പം നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേരളീയരൊക്കെ അങ്ങ് രോമാഞ്ചം കൊണ്ടുപോയി, നമ്മുടെ കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ജയിച്ചു പോകുന്ന ആളാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലൊക്കെ ആവേശം കൊണ്ടവരാണ്. അവരെയൊക്കെ യഥാർത്ഥത്തിൽ പറ്റിക്കുകയല്ല ചെയ്തത്. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ MPമാരും ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിൽക്കും. അവിടെ ഒരു വീടെടുത്ത് താമസിച്ച് ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിച്ച് അവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരം കണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പം ഈ തിരുവനന്തപുരത്ത് നിന്ന് പോയ, കാസർഗോഡ് പോയ ഒരു MP ആണ്. ഇപ്പം ഇദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുത്തില്ല കേട്ടോ. കോൺഗ്രസ്സുകാരനാണെങ്കിലും ഉള്ളതുപോലെ പറയണമല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം ജയിച്ചത്, അദ്ദേഹം കൊല്ലംകാരനാണ്. ജയിച്ചതിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ അങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പറയും ഇവർക്കെന്താ പിന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ രാജകീയ സുഖങ്ങൾ വിട്ട് താഴോട്ട് വരുത്തില്ല. പ്രിയങ്ക ഗാന്ധിയൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ സത്യത്തിൽ വയനാട് MP കാണാനില്ലെന്നുള്ള പരാതിയാണ് കൊടുക്കുക വരേണ്ടത്. അല്ലാതെ സുരേഷ് ഗോപി എന്താ? സുരേഷ് ഗോപി അവിടെ പാർലമെന്റ് സമ്മേളിക്കുന്നു, സുരേഷ് ഗോപി അതിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നു. ഈ KSUക്കാരൊക്കെ എന്ത് രാഷ്ട്രീയമാണ് പഠിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു MP പാർലമെന്റ് സമ്മേളന കാലത്ത് എങ്ങനെയാണ് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാണാൻ കിട്ടുക? അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ആളല്ലേ? അത്ര പോലും തിരിച്ചറിവില്ലാത്ത വിധം അതപ്പതിച്ചു പോയോ KSU? ഒരു കാലത്ത് KSU കേരളത്തിൽ എത്ര ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. പഴയ ഒരണ സമരമൊക്കെ എത്ര നേതാക്കളെ, വയലാർ രവി, AK ആന്റണി, VM സുധീരൻ, ഉമ്മൻചാണ്ടി, അങ്ങനെ എത്ര നേതാക്കളെയാണ്, രമേശ് ചെന്നിത്തല. ഇന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാൽ പോലും, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും KSUവിലൂടെ രംഗത്തെത്തിയവരാണ്. ആ KSU ആണ് ഇന്ന് ഇങ്ങനെ ഒരു അധപ്പതനത്തിലെത്തിയിരിക്കുന്നത്. അവർക്ക് MP പാർലമെന്റ് സമ്മേളന കാലത്തും MPയെ മണ്ഡലത്തിൽ കാണണം എന്ന തരത്തിലേക്ക് KSUവിൻ്റെ അറിവ് അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.